മലയാളികളുടെ സ്വന്തം ശ്രീനിവാസൻ. അങ്ങനെ പറയാനാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അദ്ദേഹത്തിനും അത് തന്നെയാകണം ഇഷ്ടം. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം മലയാള സിനിമയിൽ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു വളർന്നവരാണ് കൂടുതൽ പേരും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ. അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങളെല്ലാം ഇന്നത്തെ സമൂഹവുമായി വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന സിനിമകളായിരുന്നു. കഴിവുകൊണ്ട് മലയാളി മനസ്സിനെ കീഴടക്കിയ നടനായിരുന്നു ശ്രീനിവാസൻ. വെറും നടൻ മാത്രമായിരുന്നില്ല, സംവിധായകൻ, തിരക്കഥാകൃത്ത് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നത് ഏവരെയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും അതുപോലെ തന്നെ കഴിവുള്ളവരാണ്. അദ്ദേഹം എപ്പോഴും ധ്യാനിനെക്കുറിച്ചും വിനീതിനെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. പ്രത്യേകിച്ച് ധ്യാനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ്. തമാശ നിറഞ്ഞ, കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞ സംഭാഷണങ്ങൾ മലയാളികളെ കുറിച്ചൊന്നുമല്ല രസിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ധ്യാൻ തൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിന് മുൻപിലിരുന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ മലയാളി മനസ്സിനെ വല്ലാതെ നോവിപ്പിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ധ്യാനിനെ നമ്മളെല്ലാം ചിരിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും തമാശകളും. ശ്രീനിവാസൻ്റെ ഫലിതങ്ങൾ അതേപോലെ പിടിച്ചെടുത്തത് ധ്യാനാണെന്ന് എല്ലാ മലയാളികളും ഒരേ സ്വരത്തിൽ പറയാറുണ്ട്. ധ്യാനിൻ്റെ സിനിമകളേക്കാൾ ശ്രദ്ധേയമായത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളാണ്. ശ്രീനിവാസൻ എന്ന വ്യക്തിയുടെ അതേ ഫലിതങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം ഉപയോഗിച്ച് വളരെ വ്യക്തമായി മലയാളികളെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ധ്യാൻ. തൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചെറിയൊരു തമാശ ചേർത്ത് എപ്പോഴും പറയുമായിരുന്നു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നവരുമായിരുന്നു. ഇന്നാദ്യമായി തൻ്റെ അച്ഛൻ്റെ മുൻപിലിരുന്ന് പൊട്ടിക്കരയുന്ന ധ്യാനിനെ കണ്ട് മലയാളി മനസ്സുകൾ നോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം പിടയുകയാണ് ധ്യാനിൻ്റെ മനസ്സ്. കാരണം തൻ്റെ ജീവിതത്തിൽ താൻ ഇവിടം വരെ എത്തി എന്നതിന് ഒരേ ഒരു കാരണം തൻ്റെ അച്ഛനാണെന്ന് പലപ്പോഴും ധ്യാൻ തൻ്റെ ഇൻ്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ശാസനകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ധ്യാനിനെ ജീവിതത്തിൽ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് തൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിന് അരികിലിരുന്ന ആ മകൻ വിതുമ്പുന്ന കാഴ്ച വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ധ്യാൻ എന്ന മകനെ ശ്രീനിവാസൻ വളരെ അടുത്ത് മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ സിനിമകളെക്കാളും എനിക്കിഷ്ടം അവൻ്റെ സംസാരമാണ് എന്ന് പലപ്പോഴും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. തൻ്റെ മക്കളാണെങ്കിലും ആരാണെങ്കിലും മുഖത്തു നോക്കി വളരെ വ്യക്തമായി അവരുടെ കുറവുകളും കുറ്റങ്ങളുമെല്ലാം പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. വളരെ നർമ്മം ചാലിച്ച അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി നമുക്ക് ഓരോരുത്തർക്കും വെറും ഓർമ്മ മാത്രമാണ് എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒപ്പം ആ കുടുംബത്തിന് ആശ്വാസവും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.